വെറീനി. ഈജിപ്തിലെ കോസ് നഗരത്തിനടുത്തുള്ള ഗ്രാമത്തിൽ നിന്നുള്ളവളാണ് വെറീനി. പ്രശസ്തമായ ഒരു ക്രൈസ്തവ കുടുംബത്തിലെ ഏകപുത്രിയായിരുന്നു അവൾ. തന്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് അർപ്പിച്ച് അവൾ കന്യകയായി ജീവിച്ചു. യൂറോപ്പിലൂടെ സഞ്ചരിച്ച് അവൾ ഈശോയെ പ്രഘോഷിച്ചു. സ്വിസ് പർവ്വതനിരകളിലെ ഒരു ഗുഹയിൽ താമസിച്ച് പ്രാർത്ഥനയിൽ കഴിഞ്ഞിരുന്നു. തപശ്ചര്യകളും പരിഹാരകൃത്യങ്ങളും അനുഷ്ഠിച്ച് അവൾ നിരന്തരം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. വെറീനി എന്ന വാക്കിനർത്ഥം നല്ല വിത്ത്, നല്ല ഫലം, യഥാർത്ഥ ഫലം എന്നൊക്കെയാണ്. അവൾ ഗുഹയിൽ പ്രാർത്ഥിക്കവേ മറ്റനേകം ഭക്തസ്ത്രീകളും അവളോടൊപ്പം പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അവൾ അനേകരെ വിശ്വാസത്തിൽ വളർത്തി. അപ്പം വർദ്ധിപ്പിച്ചും രോഗികളെ സുഖപ്പെടുത്തിയും അവൾ ഈശോയിലേക്ക് സന്ദർശകരെ ആനയിച്ചു. തന്റെ അദ്ഭുത ശക്തിയാൽ പാത്രത്തിൽ ഒരിക്കലും ഭക്ഷണം തീർന്നുപോകാതെ അതാതു ദിവസം ഭക്ഷിക്കുവാൻ ആവശ്യമുള്ള അളവിൽ ഭക്ഷണം അവിടെ സൂക്ഷിക്കപ്പെട്ടിരുന്നു. 11 വർഷങ്ങൾ ഇപ്രകാരം ഗുഹയിൽ താമസിച്ചിരുന്ന അവൾക്ക് പരിശുദ്ധ ദൈവമാതാവും വിശുദ്ധ കന്യകമാരും പ്രത്യക്ഷപ്പെട്ടു. സ്വർഗത്തിലേക്ക് പോകാൻ സമയമായി എന്ന് പരിശുദ്ധ കന്യക വെറീനിയെ അറിയിച്ചു. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് സ്വിറ്റ്സർലൻഡിലെ ആർ നദിക്ക് അപ്പുറത്തുള്ള സ്ഥലത്തുവച്ച് അവൾ വധിക്കപ്പെട്ടു. വെറീനിയുടെ ആത്മാവ് പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് സ്വർഗ്ഗത്തിലേക്ക് പറന്നുയരുന്നത് അനേകർക്ക് ദൃശ്യമായി. അതുകൊണ്ട് ദൈവമാതാവിനോടൊത്ത് നിത്യാനന്ദത്തിലേക്ക് പ്രവേശിച്ചവൾ എന്ന് വെറീനിയെക്കുറിച്ച് പറയപ്പെടുന്നു.